പുതിയ SCRT-യിലെ തൈറോയിഡ് ഗ്രന്ഥിയെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതിന്റെ ഫുൾ ക്ലാസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ കണ്ടിട്ട് മുഴുവനായിട്ടും പ്രയോജനപ്പെടുത്തുക കേട്ടോ. തൈറോക്സിൻ ഹോർമോണിന്റെ പ്രവർത്തനം എന്തായിരിക്കും? മെറ്റബോളിസം നിയന്ത്രണം, ശരീരോഷ്മാവ് നിയന്ത്രണം, നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്ക വികാസം, ശരീര വളർച്ചയും വികാസവും, ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ എന്നിവയുടെ ആരോഗ്യം, ഇതൊക്കെയാണ് തൈറോക്സിൻ ഹോർമോണിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി തൈറോക്സിൻ കുറയുന്ന അവസ്ഥ എന്താണ്? അത് ഹൈപ്പർ തൈറോയിഡിസം ആണ്. തൈറോക്സിൻ കുറയുന്ന അവസ്ഥ ഹൈപ്പോ തൈറോയിഡിസവും തൈറോക്സിൻ കൂടുന്ന അവസ്ഥ ഹൈപ്പർ തൈറോയിഡിസവുമാണ്. ഇനി രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മെറ്റബോളിസ നിരക്ക് കൂടുന്നതും ഹൃദയമിടിപ്പ് കൂടുന്നത്, അമിതമായ വിയർപ്പ്, ഉത്കണ്ഠ, ഭാരക്കുറവ്, ഇത് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇനി ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങളാണ് മെറ്റബോളിസം കുറയുന്നു, ഹൃദയമിടിപ്പ് കുറയുന്നു, ക്ഷീണം, ഭാരം എന്നിവ ഭാരം കൂടുന്നു, തണുപ്പ് സഹിക്കാനാവില്ല, ഇതൊക്കെ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങളാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ തൈറോയ്ഡ് ഗ്രന്ഥിയെ കുറിച്ചിട്ട് ഇപ്പൊ നമ്മൾ തൈറോക്സിൻ എന്താണ് എന്ന ഹോർമോണിന്റെ പ്രവർത്തനം പഠിച്ചു. അതുമൂലം ഉണ്ടാകുന്ന തൈറോയ്ഡ് ഗ്രന്ഥിയില് തൈറോക്സിന്റെ അഭാവം മൂലങ്ങൾ ഉണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട്, ടോപ്പിക് വൈസ് ആയിട്ട് പുതിയ SCRT-യെ കീറി മുറിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡെയിലി കുറച്ച് ടോപ്പിക്കായിട്ട് തന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അനായാസേന പഠിച്ചു മാറ്റാവുന്ന രീതിയിൽ നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തിയാൽ വരാൻ പോകുന്ന എക്സാമിന് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്നുള്ള മാർക്ക് എവിടെയും പോകില്ല കേട്ടോ. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള അനുബന്ധ ഫാക്ടർ ചർച്ച ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. എല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.